Hi Red FM, this is Harsha Srikanth. I'm so happy to be joining you all today. എന്തൊരു കരിയറിൽ സക്സീഡ് ചെയ്യണമെങ്കിലും ഐ ബിലീവ് ഒരുപാട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണം. ഒരുപാട് നമ്മൾ സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വിൽ സ്റ്റാർട്ട് സക്സീഡിങ് ഇൻ ദറ്റ് കരിയർ. അപ്പോൾ സെയിം വേ മോഡലിംഗിൽ ആണെങ്കിലും ഇറ്റ്സ് ബിൻ അറൌണ്ട് 6 years ഇപ്പോൾ മോഡലിംഗിൽ ഫീൽഡിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് സേ one of the major things I remember doing, സ്ട്രഗിൾ എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യാനുള്ളൊരു ഒരു തൊലിക്കട്ടി എന്നൊക്കെ പറയില്ല, അത് വേണം. ബിക്കോസ് വെൻ യു ആർ ഇൻ ടു മോഡലിംഗ് ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്, മീഡിയ ഒരു ലൈം ലൈറ്റിൽ വരുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മളെ പറ്റി എന്ത് കമന്റും പാസ് ചെയ്യാം, ഓർ വി ആർ റെഡി ടു ലിസൺ ടു എ ലോട്ട് ഓഫ് ക്രിറ്റിസിസംസ്. അതൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ വന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനായി പണിക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിക്കും ആൾക്കാർ. സോ അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. സോ അത് ഹാൻഡിൽ ചെയ്യാൻ ഐ ഹാഡ് ടു ട്രെയിൻ മൈ സെൽഫ് അലോട്ട്. ഡെഫിനറ്റ്ലി മോഡലിംഗ് ചെയ്യുമെന്ന് പറയുമ്പം അതിന്റെ കുറച്ച് ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദ റാംപ് വാക്ക്, ദ വേ യു ഹാൻഡിൽ സ്റ്റേജ്, ദ കൈൻഡ് ഓഫ് ഓറ യു ഹാവ് ടു ക്രിയേറ്റ്, അതിനൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് വേണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ എന്തായാലും ഉണ്ട്. പക്ഷെ നമ്മൾ ഓർക്കില്ല ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യാനുള്ളൊരു ആ സൈഡ് നമുക്ക് വേണ്ടി വരും നമ്മൾ അധികം ഓർക്കില്ല അൺടിൽ യു സ്റ്റെപ്പ് ഇൻ ടു ഇറ്റ്. നമ്മൾ ആ ഫീൽഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയാവൂ ഇങ്ങനെ ഒരു കഴിവും കൂടെ വേണമല്ലേ എന്ന് വിചാരിച്ചിട്ട് യു വിൽ catch it up on the way. But yeah, that is one of the major things I struggled with. Okay, so ഡയറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വെജിറ്റേറിയൻ ആണ്. I've always been a vegetarian. അപ്പോൾ മീറ്റ്, അതായത് ആനിമൽ ഫാറ്റ് വരുന്ന, എക്സെപ്റ്റ് I'm not a vegan, I'm a vegetarian. അപ്പോൾ I eat milk, butter and all of that. പക്ഷെ മീറ്റ് അതൊന്നും ഞാൻ ഓൾറെഡി കഴിക്കാത്തത് കൊണ്ട് ഒത്തിരി, ബിക്കോസ് യൂഷ്വലി ആൾക്കാർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ ഫസ്റ്റ് കട്ട് ഓൺ മീറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. പിന്നെ താങ്ക്ഫുള്ളി ഐ തിങ്ക് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് അത് ബോഡിയിൽ റിഫ്ലക്റ്റ് ആവുന്ന ടൈപ്പ് അല്ല. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇങ്ങനെ ഫുൾ, ഇപ്പോൾ വെക്കേഷനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വി ഗെയിൻ ലിറ്റിൽ വെയിറ്റ്, അതും ഇത്തിരി ഉണ്ടാവുള്ളൂ, എന്നാലും അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ഗെയിൻ ചെയ്യുന്ന വെയിറ്റ് ആണ്. അല്ലാണ്ട് പെട്ടെന്നൊരു എന്താ പറയുക, ഇപ്പം ചില ആൾക്കാർ പറയുമല്ലോ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ പെട്ടെന്ന് അത് വണ്ണം വെക്കും അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒന്നും ടച്ച് വുഡ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ടേക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഫോർ ഹെൽത്ത് സേക്ക്. പിന്നെ ഈ പാജൻട്രി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതായത് അയ്യോ സ്പോട്ടിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് പെട്ടെന്ന് ആൻസർ പറയണം, അത് ഭയങ്കര പാടല്ലേ? അത് ഡെഫിനറ്റ്ലി പാടുള്ള പരിപാടിയാണ്. അപ്പോൾ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ ഒട്ടും തന്നെ നെർവസ് ആവാണ്ട്, ബിക്കോസ് നമുക്ക് ഐ തിങ്ക് ഇഫ് യു സീൻ പാജൻസ് നമുക്കറിയാം, ഈ ഐശ്വര്യ റായ് ആണെങ്കിലും സുസ്മിത സെൻ ആണെങ്കിലും ഒക്കെ ദേ ആർ വെരി ഗ്രേസ്ഫുൾ ഓൺ സ്റ്റേജ്. അപ്പൊ അവർക്കൊരു ഒട്ടും എന്താ പറയാ പേടി നമുക്ക് തോന്നില്ല. അവർക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ദേ ആർ നോട്ട് ലൈക്ക് അയ്യോ ആ ഒരു പരിഭ്രമോ പേടിയോ ഒന്നുമില്ല. അപ്പം അത്രയും കാമായിട്ട് നമ്മൾ അതിന് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ആൻസർ പറയാന്നുള്ളത് ടാസ്ക് തന്നെയാണ്. അത് എനിക്കും ഇൻഫാക്ട് ഞാൻ പാജൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കും ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആൻസർ. അത് ഇതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പൊട്ടത്തറൊന്നും വിളിച്ച് പറയാൻ പാടില്ല, ബിക്കോസ് ഇത്രയും പേര് കേൾക്കുന്നതാണ്. അത് സർക്കുലേറ്റ് ആകുമ്പോൾ ഒരുപാട് ട്രോളിന്റെ ഒക്കെ കാലമാണ്, അപ്പം ഭയങ്കര പേടിക്കേണ്ട കാലമാണത്. അപ്പോൾ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നല്ല ഉത്തരങ്ങൾ വരുന്ന, ഡെഫിനറ്റ്ലി റീഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബുക്സ് വായിക്കുന്ന ഒരാളാണ്, സീക്രട്ട് പോലുള്ള ബുക്സ്. ഐ റീഡ് ദാറ്റ് എ ലോട്ട്. അപ്പോൾ അത് വായിക്കുമ്പം യു ഗെയിൻ ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ് അബൌട്ട് ഡിഫറെന്റ് തിങ്സ്. ഒരു കാര്യത്തെ നമുക്ക് പല രീതിയിൽ കാണാൻ ഉള്ളൊരു കഴിവ് കിട്ടും. അപ്പം ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കറണ്ട് അഫയർസ് അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്. ഒരു കറണ്ട് അഫയർ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ഫാക്ട്സ് മാത്രമല്ല നമ്മളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കൂടി ഫോം ചെയ്യണം. അതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വരണമെങ്കിൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. ബിക്കോസ് വെൻ യു ആർ ഓൺ സ്റ്റേജ്, ഒന്നാമത്തെ കാര്യം ഇത്രയും ആൾക്കാരുണ്ട് നമ്മളെ ഫോക്കസ് ചെയ്യാൻ, ആൻഡ് യു ഹാവ് ദ പ്രഷർ ഓഫ് ഹാവിംഗ് ടു ഗിവ് എ ഗുഡ് ആൻസർ, എന്താ പറയുക ക്രൗൺ വേർതി ആൻസർ കൊടുക്കണം എന്നുള്ള പ്രഷറും ഉണ്ട് നമുക്ക്. ആ പ്രഷറിൽ മോസ്റ്റ്ലി നമുക്ക് ഒന്നും തലയിൽ കയറില്ല, നമ്മൾ ക്വസ്റ്റ്യൻ പോലും കേൾക്കാൻ പറ്റും തോന്നില്ല. എന്റെ ഇനീഷ്യൽ പാജന്റ് ഒക്കെ അങ്ങനെയായിരുന്നു, ഫുൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബഹളാണ് തലയ്ക്കകത്ത്. അപ്പോൾ അത് കാം ഡൗൺ ചെയ്യാൻ മെഡിറ്റേഷൻ റിയലി ഹെൽപ്സ്. നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ കെയോസിന്റെ ഇടയ്ക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ യു വിൽ ബി ലിറ്റിൽ മോർ കാമർ ആൻഡ് യു കൻ ഹിയർ ദ ക്വസ്റ്റ്യൻ ബെറ്റർ. യു വിൽ ഗെറ്റ് ദി ആൻസർ
ഫാസ്റ്റ്. ഇപ്പം നമുക്ക് എന്താ പറയുക, കലക്കവെള്ളത്തിൽ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ യു ക്യാൻ സീ തിങ്സ് ക്ലിയർലി എന്ന് പറഞ്ഞ പോലെ ഇഫ് യുവർ മൈൻഡ് ഇസ് ക്ലീൻ ഇനഫ് ദെൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ യു ക്യാൻ പിക്ക് ഇറ്റ് ഫ്രം യുവർ മൈൻഡ് ആൻഡ് സേ ഇറ്റ്, ഡെലിവർ ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ ആൻഡ് ലാംഗ്വേജ്, എ ഗുഡ് ഹോൾഡ് ഓവർ ദ ലാംഗ്വേജ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ഗുഡ് കൺട്രോൾ ഓവർ ലാംഗ്വേജ്, വാട്ട് എവർ ലാംഗ്വേജ് ബീ ഇറ്റ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നല്ല കൺട്രോൾ നമുക്ക് ഉണ്ടാവണം. നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം, ഫ്രെയിം ചെയ്യാൻ നല്ലോണം പറ്റണം ആൻസേഴ്സ്. സോ അതിൻ്റെ ഒക്കെ ഒരു ഈക്വൽ ബാലൻസിലാണ് നമുക്കൊരു നല്ല ആൻസർ വരിക എന്ന് പറയുന്നത്. ഞാൻ കറന്റ്ലി സ്റ്റഡിയിങ് ആണ്. ഐ ആം ഡൂയിങ് മോഡലിംഗ് ആസ് എ ഫ്രീലാൻസ് മോഡൽ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ആം ഓൾസോ സ്റ്റുഡൻറ്റ്. ഞാൻ PG ചെയ്യാണ് ചെന്നൈ SRMൽ. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത്. ലൈക്ക് യു സെഡ്, ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ. സോ ടു ബാലൻസ് ദാറ്റ് ഓൺലൈൻ ക്ലാസ്സസ് ആണ്, ഓഫ്ലൈൻ എക്സാം ആണ്. അപ്പോൾ അങ്ങനെ എക്സാംസിന് മാത്രം ചെന്നൈയിൽ പോയി എക്സാം എഴുതും, തിരിച്ചു വരും. ഐ വിൽ ഡു മോഡലിംഗ്. ഐ ഓൾസോ റൺ എ ബിസിനസ്. ഐ മീൻ ടു FMCG, സ്കിൻ കെയർ, ഹെൽത്ത്, എവറിത്തിങ്. സോ അതും മാനേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് പാജന്റ് വാസ് right after my college, ഡിഗ്രി കഴിഞ്ഞപ്പോഴായിരുന്നു. ആൻഡ് മൈ കസിൻ ഗേവ് മീ ദിസ് ബ്രോഷർ ഓഫ് ദാറ്റ് പാജന്റ് ആൻഡ് ഐ ജസ്റ്റ് ഗേവ് ഇറ്റ് എ ട്രൈ. അയ്യോ, ഡെഫിനറ്റ്ലി ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് പവർ ഓഫ് ഡ്രീം, അല്ലെങ്കിൽ ഡ്രീംസിന്റെ പവർ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഞാൻ. ആൻഡ് ഒരു എന്താ പറയുക, നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സ്വപ്നം കാണാൻ. അപ്പോൾ അത്രയും ഒരു എൻഡ്ലെസ് ആയിട്ട് ഡ്രീം ചെയ്യുക. ബിയോണ്ട്, മേ ബി യുഡ് ഫീൽ ഇറ്റ്സ് ബിയോണ്ട് യുവർ റീച്ച്. ദാറ്റ്സ് എക്സാക്ട്ലി വെൻ യു ഷുഡ് ആക്ച്വലി ഫോക്കസ് ഓൺ ദാറ്റ് ഡ്രീം എ ലിറ്റിൽ ബിറ്റ് മോർ. അപ്പം എനിക്കും ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. ഇപ്പം ഇന്റർനാഷണൽ പാജൻസിൽ വിൻ ചെയ്യാന്നുള്ളൊരു സ്വപ്നമുണ്ട്. ആൻഡ് നല്ല നല്ല വർക്ക്സിന്റെ പാർട്ടാവാൻ പറ്റുക, ബി ഇറ്റ് അഡ്വർടൈസ്മെന്റ് ഓർ എനിത്തിങ്. നല്ല വർക്ക്സിന്റെ, നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് നോട്ട് ജസ്റ്റ് ബീങ് ഫേമസ് ബട്ട് ലീവിങ് എ മാർക്ക്, ലെഗസി ലീവ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിന് പാർട്ടാവാൻ, അതിന് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ഡ്രീമാണ്. ഐ വോണ്ട് ടു വർക്ക് ഫോർ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, റിയലി ഗ്രേറ്റ് ബ്രാൻഡ്സ്, ആൻഡ് ബോത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ദാറ്റ്സ് ജസ്റ്റ് വർക്ക് ബേസിസിൽ, അല്ലാണ്ടെയും ഒരുപാട് ഡ്രീംസ് ഉണ്ട്. മോഡലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു when I started this journey. And I would say if you want to start modeling, definitely be an open book. ഭയങ്കര ടീച്ചബിൾ ആവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ റെഡിയാവുക. ബിക്കോസ് ദിസ് ഇസ് എ വെരി ഫാസ്റ്റ് ചേഞ്ചിങ് ഇൻഡസ്ട്രി. പുതിയ ട്രെൻഡ്സ് വരുന്നുണ്ട്, പുതിയ ഡിമാൻഡ്സ് വരുന്നുണ്ട്. പീപ്പിൾ റിക്വയർ ഡിഫറെൻറ്റ് തിങ്സ് ഡിഫറെൻറ്റ് ടൈമിൽ. അപ്പോൾ യു ഹാവ് ടു ബി റെഡി ടു ചേഞ്ച് ആസ് വെൽ as ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾസോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ വർക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ റെഡിയാവുക. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ദേ വോണ്ട് ടു ഡു മോഡലിംഗ്, പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, പേടിയുണ്ട്. ഇതുകൊണ്ടൊക്കെ പുറത്തേക്ക് വരാതെ പേടിച്ചിരുന്ന് ആഗ്രഹം മാത്രമായിട്ട് അതങ്ങൾ തീരാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ട്രൈ ആൻഡ് ബ്രേക്ക് യുവർ ഷെൽ. വാട്ട് എവർ ദാറ്റ് ഹെൽപ്സ് യു ഡു ഇറ്റ്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, മേ ബി യു നീഡ് സം എക്സ്ട്രാ പുഷ് ഫ്രം എ മെന്റർ ഓഫ് യോഴ്സ്, ജസ്റ്റ് ഗോ ടേക്ക് ഇറ്റ്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് എന്നുള്ളത്, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് കണക്ഷൻസ്. നമ്മൾ ഈ ഫീൽഡിൽ വരുമ്പോൾ what has helped me a lot is that I am a very talkative person and I like making friends. അത് പണ്ടോട്ടേ അങ്ങനെയാണ്. അപ്പോൾ I talk and make friends. That's an innate habit for me. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് that has helped me a lot. അത്രയും ഒരുപാട് കണക്ഷൻസ് വരുമ്പോൾ they refer you to different works and it just happened to happen like that, but I'm very thankful it happened. So എന്തെങ്കിലും പാജന്റ് ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ go and do the first step right now and register it. It was great talking to you all.